അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന നെബുഹാനും വിഷ്ണുവും കണ്ട പെണ്ണുങ്ങളെ പറ്റി. അതെ 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 കണ്ട പെണ്ണുങ്ങളെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെ വന്നിട്ട് വലിയ ഇൻഫ്ലുവൻസേഴ്സ് അണ്ടർ എന്തെന്ന് ICN സെക്കൻഡ് ഡേ നമ്മൾ ഡയമണ്ട് ഒരു പരിപാടി കഴിഞ്ഞു, അമൻ്റെ പരിപാടി കഴിഞ്ഞു, ഷാജിത്തിൻ്റെ കഴിഞ്ഞു, ജുഡ്സൻ്റെ കഴിഞ്ഞു. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ലൈറ്റില്ല, ബാക്കി എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. പുതിയ ടീമിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് കോമ്പറ്റീഷൻ തന്നെ നല്ലൊരു പ്ലേസ്മെൻറ്റ് നേടിയിട്ട് എന്താ പറയാനുള്ളത് നിനക്ക്? പറയൂ. ഷിയാസിയുടെ കോച്ചിങ്ങിനെ പറ്റി 2 വാക്ക് പറ. ആശ ഉള്ളതുകൊണ്ട് ഇപ്പോൾ 2 മെഡൽ കയ്യിലിരിക്കുന്നു. ആശാൻ തങ്കപ്പെട്ട മനുഷ്യനാണ്, കണ്ണിൽ ഉണ്ണിയാണ്. ആശ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെ എത്താൻ പറ്റിയത്. എന്നാലും പുതിയ പാട്ട് കമ്പോസ് ചെയ്തു. ഞങ്ങളിങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വന്ന പാട്ടോ. I have been waiting so long. I have been waiting so long. So long, so long, so long. കഴിഞ്ഞ എത്ര ഉള്ളൂ? ബാക്കി വരികൾ ഇനി അടുത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കാം. ഇല്ലടാ വിശക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് എത്ര ഇത് റെക്കോർഡാവും? ആ മേളിൽ സമയം കാണിക്കുന്നത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ഉണ്ട്. സെറ്റ്. പിന്നെ മാത്രമല്ല ഈ ബാറ്ററി ഇല്ല, ഇത് നമുക്ക് എക്സ്റ്റേണൽ ഊരിയിട്ട് നമുക്ക് ചാർജ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് വീണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ. സോ ഹിയർ ഈസ് അപ്ഡേറ്റ് ഓഫ് ഡേ 2. സ്വരം ഓൾമോസ്റ്റ് ഇല്ലാതായി, കേൾക്കുമ്പോഴേ മനസ്സിലാകുന്നുണ്ടല്ലോ. എൻ്റെ മാത്രമല്ല ആദർശിൻ്റെ സൗണ്ട് ഇറക്കുന്നത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മെയിൻ ഹൈലൈറ്റ് ഈ ടീമിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഡയമണ്ട് ഫിസിക്കാണ്. ഇപ്പോൾ ഓൾറെഡി ഗോൾഡ് എത്ര ഗോൾഡ് അടിച്ചത് അവൻ? 3 ഗോൾഡ്. വി എക്സ്പെക്ട് എ പ്രോക്കാർഡ് ഫ്രം ഹിം ആൻഡ് മേ ബി എ ഹാമർ ആസ് വെൽ. അതാണ് നമ്മൾ അവൻ എക്സ്പെക്ട് ചെയ്യുന്നത്. തൊട്ട് മുന്നേ അമൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടീഷനിങ് വേറൊരുത്തന്നെ കമ്പാരിറ്റീവ് കൂടെ ബെറ്റർ ആയിരുന്നു. എനിക്കൊന്ന് ബാക്കിൻ്റെ ഒക്കെ ബെറ്റർ ഡെവലപ്മെൻറ്റ് കൊണ്ടായിരിക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തതല്ല. അമ്മനെ സെക്കൻഡ് പോകുന്ന ഓർത്ത്, പക്ഷേ നമ്മൾ ഞെട്ടിപ്പോയി ലാസ്റ്റിൽ ആ കോൾ വന്നപ്പോഴത്തേക്കും. അപ്പോൾ അതിന് നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ സമയം 1:30 ആയി. അപ്പോൾ ഇനി അവരുടെ ഓവറോൾസ് ഉണ്ട്, മെൻസ് ഫിറ്റ്നസിൻ്റെ ഓവറോൾ ഉണ്ട്. അപ്പോൾ ഓവറോളിൽ അമൻ്റെ ഓപ്പോസിറ്റ് ഡയമോനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടാണ് നമുക്കിനി ഇവൻ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെറിയ ബ്രേക്ക് ടൈം കിട്ടിയപ്പോഴത്തേക്കും വി ആർ ഹിയർ ഇൻ എ റെസ്റ്റോറൻറ്റ് കോൾഡ്. അപ്പോൾ റെസ്റ്റോറൻറ്റും ബാക്കി മെനുവും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഐ വിൽ ബി ഗിവിങ് ഓവർ ദിസ് ക്യാമറ ടു ഇന്ദുചൂടൻ. കർണാടകയിൽ വന്നിട്ട് ബീഫ് ബിരിയാണി വെച്ചിട്ട് അനങ്ങാതിരിക്കുന്നുണ്ട്. ഇപ്പം കൊല്ലാഞ്ഞത് ഭാഗ്യം അവന്മാർ. അതെ അതെ. മട്ടൻ ബിരിയാണിക്ക് കിത്തന? ചിക്കൻ ഹൈദരാബാദി ബിരിയാണി സ്മോൾ. ഇങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ട ഓരോ ഫുഡ് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവനിപ്പം നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ പിടിച്ചു നിർത്തി ഒരു വലിയ സീൻ ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിപ്പിച്ചാണ്. അലീക്ക, റെസ്റ്റോറൻറ്റ് ആംബിയൻസ് എങ്ങനെയുണ്ട്? ഇതിൽ ആവത്തില്ലല്ലേ? क्या बोल रहा है भाई? मैं तो इधर बोल गया. एक बार बोलेगा तो दूसरा बार मैं नहीं बोलेगा. ठीक है. हाँ, मैं एक बार बोलेगा, वो 1000 बार बोलने का सेम है. 2000 बोलने को. हाँ, अच्छा सीखना है. अच्छा सीखना है. அப்படி சொல்லலே. நான் என்ன சொன்னேன்னா உனக்கு புரியாது, அவளுக்கு புரியாது. அவள் சொன்னது தெரியுமா? உனக்கு தெரியாது. அப்படியா? விளையாடு. பைத்தியக்கார பசங்களே, என்ன விளையாட்டு இருக்க அண்ணாச்சி? நீ என்ன நினைச்சிருக்க? நான் யாருன்னு தெரியுமா? ஊரில் வந்து கேளு, அப்போ புரியும். ரொம்ப 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 பெருமையான பொண்ணு.
ഞാനൊരു നല്ല 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 പെരുമയാണ് ആട് अपड़ी दादे ऐसा मत बोलो मैं एक अच्छा आदमी है मैं एक अच्छा जो 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 लोगों जिम जाता है उसको ज़्यादा डिसिप्लिन होता है और ज़्यादा फोकस होता है वो मोटिवेशन होता है हाँ वो 90% आदमी ऐसे ही है तो बाकी 10% है आप 10% में मैं नहीं है अब नहीं 10% मैं ये 90% में 1% होगा 90% वो है मैं वो है मैं मेरा जैसा आदमी बहुत रेयर है इस दुनिया में भारत हमारे रब इस दुनिया में मेरा जैसा आदमी बहुत रेयर है पता है वो सत्य है हाँ वो सच है वो ही बोला मुझको तो अच्छा हो गया आपसे मिलकर मैं बहुत खुशी हो गया love you all guys love you all take care and മലയാളത്തിൽ 2 വാക്ക് നമ്മുടെ ഇന്നത്തെ പെർഫോമൻസിനെ പറ്റി, നമ്മുടെ പിള്ളേരുടെ ഷിയാസിക്കാരുടെ കോച്ചിങ്ങിനെ പറ്റി, നമ്മുടെ മാനേജറുടെ നമ്മുടെ എല്ലാവരും നോക്കി അതിനെ പറ്റി 2 വാക്ക് പറയും. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂർ ICN ഷോയിലേക്കാണ്. എല്ലാവരും ഇറങ്ങിയ എല്ലാവരും മെഡലായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കാണ് നമുക്ക്. ഡയമണ്ട് എത്ര പെർസെൻറ്റേജ് ചാൻസ്? 90% ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ബിക്കോസ് have potential. We Kerala genetics has more potential than we think. Yeah, but we are not using that. We should be dedicated. We should be totally focused on one goal. Okay, that is to bring up that genetics and be the top 1%. If you can make that, then we'll be next level. No one can stop us. So we are going to do that. We are going to get to that top. We are going to dominate ICN. സെൻസ് വേണം, അതുകൂടെ പറ. Sense on, sensitivity on. ഇതൊക്കെ പച്ചയ്ക്കാണ് സംസാരിക്കുന്നതും കൂടെ ആലോചിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ടീമിലെ ഏറ്റവും സീനിയർ സ്റ്റീവ് സെബാസ്റ്റ്യൻ്റെ വാക്യൂം പോസാണ്. ചേട്ടൻ ഇതിനെങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് പറയും. എടാ, ട്രെയിനിങ്ങിൻ്റെ കാര്യം വേറൊന്നുമില്ല. ഞാൻ ഡെയിലി രാവിലെ നമ്മുടെ നോർമൽ ജിമ്മിൽ തന്നെ ആസ് എ ട്രെയിനർ എന്ന രീതിയിൽ അവിടെ പോയിട്ട് നോർമൽ ഒരു 10 മിനിറ്റ് നോർമൽ വാക്യൂം പോസ് ചെയ്യും. അങ്ങനെ പോസ് ചെയ്ത് ഒരു 1-2 ദിവസം കൊണ്ട് പോസ് ചെയ്യാൻ കിട്ടുന്ന സാധനമല്ല. മിനിമം ഒരു 1-2 മാസം കണ്ടിന്യൂസ്ലി നമ്മൾ empty സ്റ്റൊമക്കിൽ പോസ് ചെയ്ത് എനിക്കിത് ആദ്യം പറഞ്ഞെന്നായിരുന്നറിയോ, ആദർശാണ് പിന്നെ ടീമിലുള്ള വൈശാഖം എന്ന് പറയും. ഇവർ രണ്ടുപേരാണ് ഈ വാക്യൂം പോസ് empty സ്റ്റൊമക്കിൽ പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എത്ര ബ്ലോട്ടി വന്നിരുന്നാലും ശരി തന്നെ നമുക്ക് ഈ സാധനം എങ്ങനെ പോലും സ്റ്റേജിൽ കിട്ടും. അതാണ് സാധനം, വേറെ ഒന്നുമില്ല. പ്രാക്ടീസ് ചെയ്യണം. ഞാനും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചെയ്യാൻ പഠിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറുപ്പത്തിൽ ചുമ്മാ വീട്ടുകാരെ കാണിച്ച് പറ്റിക്കാൻ നോക്കത്തില്ലേ, അവിടെ വയറിങ്ങനെ തള്ളിയാകത്തോട്ട്. അന്നേരം ഇത് വാക്കാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അന്ന് ചെയ്ത് ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം ഇത് വാക്കാണെന്ന് മനസ്സിലായി പിടിച്ചപ്പോൾ കിട്ടി. പക്ഷേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പിടിക്കുന്ന പോലെ ഇത്ര സെക്കൻഡ്സ്. അപ്പോഴാണ് നമ്മൾ ഫ്രാങ്ക്സിൻ്റെ പഴയ 1983 ആ സമയങ്ങളിലൊക്കെ വീഡിയോസ് കിടപ്പുണ്ട്. 87 ആണെന്ന് തോന്നുന്നു. 87 വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഡോക്യുമെൻ്ററിക്കകത്ത് പുള്ളി എടുത്തിട്ടുണ്ട് ഈ സംഭവം തന്നെ. empty സ്റ്റൊമക്കിൽ ഈ പറഞ്ഞ 3 sets of 30 seconds അതാ പുള്ളി ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് കഴിഞ്ഞിട്ടും 3 sets of 30 seconds. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. എണീറ്റ് വരുമ്പോഴും വർക്കൗട്ട് കഴിഞ്ഞ് വാക്കം ട്രെയിൻ ചെയ്യും. നമ്മൾ വാക്യൂം മാത്രമല്ല, ഏതൊരു സാധനവും പ്രാക്ടീസ് ചെയ്യണം. മിനിമം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് ബ്രെത്ത് ഹോൾഡ് ചെയ്താലേ നമുക്ക് ആ മസിൽ ഒട്ടും വരുള്ളൂ. അതേപോലെ നമ്മൾ സ്റ്റേജ് പെർഫോമൻസും കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേജിൽ ബ്ലൈൻഡ് ആയി പോകും. വേസ്റ്റ് ലൈൻ ട്രിം ആവുമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് വേസ്റ്റ് ലൈൻ ഭയങ്കര ട്രിം ആവുമെന്ന് പറയും. വാക്കം ചെയ്ത് ശീലിച്ച്. അയ്യോ, അല്ലെ ഒന്നുകൂടെ കാണിച്ചു.
അടുത്തത് കിട്ടിയപ്പോൾ അടുത്ത I've been waiting so long. I've been waiting so long. So long, so long, so long. ഇത് സ്വന്തമായിട്ട് കമ്പോസ് ചെയ്തതാണ്. So long, so long, so long. New rap. Cops, 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 cops. അടുത്ത പാട്ട് വരിയും അടുത്ത പാട്ട്. നമ്മൾ ഓർഡർ ചെയ്ത് ചിക്കൻ ദം ബിരിയാണി വേണ്ട എത്തിയിട്ടുണ്ട്. പല ആൾക്കാർ പലതാണ് ഓർഡർ ചെയ്തത്. സ്റ്റീവേട്ടൻ എന്താ സ്റ്റീവേട്ടൻ ഓർഡർ ചെയ്തത്? ചിക്കൻ ഫ്രൈഡ് റൈസ്. മട്ടൻ ബിരിയാണി ജുക്തൻ എന്താ ഓർഡർ ചെയ്തത്? മട്ടൻ ബിരിയാണി. റോഷൻ എന്താണ് ഓർഡർ ചെയ്തത്? ഫ്രൈഡ് റൈസ്, എന്ത് ഫ്രൈഡ് റൈസ്? ചിക്കൻ ഫ്രൈഡ് റൈസ്. അവിടെ പ്രപ്പിലിരിക്കുന്ന നമ്മുടെ മാനേജർ മാനേജർ കണ്ടോ? പ്രപ്പിലെ ഡിസിപ്ലിൻ കണ്ടോ? സൈൻ ലബൻ സൈൻ ലബനാണ്. ഷുഗർ. ഓ മാഷാ അല്ലാ. നമ്മുടെ മിസ്റ്റർ ഇന്ത്യ എന്താണ് കഴിക്കുന്നത്? നമ്മുടെ ക്ലാസിക് ബീസ്റ്റ് എന്താണ് വാങ്ങിയത്? ചിക്കൻ ഫ്രൈഡ് റൈസ്. ഒന്ന് നമുക്ക് ഞാനൊരു ഫുഡ് റിവ്യൂ പറയാം. അതെ. ബാംഗ്ലൂർ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്. ഫുള്ള് പുറത്തുനിന്നായിരുന്നു. നമുക്ക് ഡയറ്റൊന്നുമില്ല. ഞാനും ഗാബിയും ഒക്കെ ഫുൾ ടൈം പുറത്തുനിന്നാണ്. അതുകൊണ്ട് ഡയറ്റൊന്നുമില്ല. കുറേ ഫുഡൊക്കെ കഴിച്ച് നോക്കി. ഒരു ആശ്ചര്യം കൊള്ളത്തില്ല. വൃത്തിയായിട്ട് ഭക്ഷണം അല്ല, ഇവിടുത്തെ ഭക്ഷണം കൊള്ളൂല എന്നല്ല പറയുന്നത്. അത് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഫുഡൊന്നും ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല എന്നല്ല പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് കുറേ തവണ എത്ര തവണ വയറുവേനെന്ന് അറിയാം. ബാത്റൂമിലായിരുന്നു ഫുൾ ടൈം. അയ്യോ ഫുഡ് കഴിക്കുകയാണ്. സോറി. ഓക്കെ. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അമ്മ അതെ ഭാഗ്യം കുഴപ്പമില്ല. വാങ്ങിയില്ല. നാട്ടിലൊക്കെ പോലെ തന്നെ നാട്ടിലെ പോലെ തന്നെ മതി. നിങ്ങൾ രണ്ടും സെയിം ആയിട്ടാണോ ഓർഡർ ചെയ്തത്? കുറച്ച് നേരം കഴിക്കാൻ ഞാൻ പറയാം. ആദ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനം ചെയ്യണം. ഇവൻ്റെ കോമ്പറ്റീഷൻ ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ. ആദ്യമായിട്ട് ഞാനൊരു സാധനം എടുത്തോണ്ടിരിക്കുവായിരുന്നു. അത് കുഴപ്പമില്ല. ഓക്കെ, അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതെ, ഇൻഫ്ലുവൻസർ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എന്ത് കഴിച്ചാലും അത് വീഡിയോ എടുക്കണം. മാസം ആകെ പൊട്ടപ്പെട്ടു നമ്മൾ കർണാടകയിൽ വന്നിട്ട് ഹൈദരാബാദി ദം ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ടവലൊക്കെ വാങ്ങിയ ഓക്കെ. കേരളത്തിൽ അതേപോലെ തന്നെ ബിരിയാണിയിൽ 2 പീസുണ്ട്. ഇതിൻ്റെ റേറ്റ് 190 നമ്മൾ ചിക്കൻ ഹൈദരാബാദി ദം ബിരിയാണിയുടെ സ്മോൾ പോർഷനാണ് ഓർഡർ ചെയ്തേക്കുന്നത്. പക്ഷേ പ്രിറ്റി ഗുഡ്. അത്യാവശ്യം ഒരാൾക്ക് ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ പറ്റും. 2 പീസ് ചിക്കനുണ്ട്. ഫ്രൈഡ് ആണ് ചിക്കൻ. നല്ല മസാല കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടെ റൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. റൈത്താവുന്നില്ല, കുറച്ച് റൈത്താണ്. ഞാൻ പ്രപ്പിൽ ഏറ്റവും മിസ് ചെയ്തൊരു സംഭവമാണ് ബിരിയാണി. വീട്ടിൽ നമ്മൾ ചിക്കൻ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കുമെങ്കിലും കടയിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി നമ്മൾ മിസ് ചെയ്യും. എല്ലാവരും മിസ് ചെയ്യും. നമ്മൾ ആദ്യം റൈസ് മാത്രം കഴിച്ചു നോക്കണം. അപ്പോഴേ ആ ബിരിയാണി കൊള്ളാവോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ റോ ഭയങ്കര സ്പൈസിയാണ്. നമ്മളെ ഭയങ്കര ടേസ്റ്റ് ബഡ്സ് എല്ലാം ഭയങ്കരമായിട്ടും എൻറിച്ച് ചെയ്യുന്ന അത്രയും സ്പൈസിയാണ്. ചിക്കൻ നോക്കട്ടെ. ആപ്സൊന്നുമില്ല ആയിട്ട് ചിക്കൻ ഫ്രൈഡാണ്. പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ചിക്കനാണ്. ഭയങ്കര സ്പൈസി അല്ല ചിക്കൻ, പക്ഷേ റൈസ് ഭയങ്കര സ്പൈസിയാണ്. എന്നാലും പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ചിക്കനാണ്. പക്ഷേ റൈസ് ഭയങ്കര സ്പൈസിയാണ്. നമ്മുടെ അത്യാവശ്യം സ്പൈസിനെസ്
ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്തില്ല. കളിയാ എന്തെരുവാണ് അതിൻ്റെ ഗ്രേവിക്ക് പറ്റത്തില്ല, ഇത്ര ഒന്നും പറ്റത്തില്ല. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കർണാടക പ്രോപ്പർ ബാംഗ്ലൂരാണ്. ഇന്ന് RCBയുടെ ഫൈനലാണ്. അപ്പോൾ വൈകുന്നേരം ഇവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. തോറ്റു കഴിഞ്ഞാൽ കാണത്തില്ല, പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. RCB ആണല്ലോ. ഭയങ്കര സന്തോഷം, സങ്കടം എല്ലാം പാടെ. എങ്ങനെ മോശം ചെയ്യണം എന്ന് അറിഞ്ഞില്ല, പക്ഷെ ആ സ്റ്റേജിൽ എങ്ങനെയെങ്കിലും നല്ലപോലെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പറ്റുന്ന പോലെ ചെയ്തു. അതിൽ പ്രൈസ് ഉണ്ട്, സെക്കൻഡ്. പിന്നെ അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പുള്ളി ഇത്ര ദൂരം എന്നെ കാണാൻ വേണ്ടി എൻ്റെ സ്റ്റേജിൽ വരും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹൈറിൻ ചേച്ചിയൊക്കെ വിളിച്ച് പറഞ്ഞു. ഭയങ്കര സർപ്രൈസ്ഡായി. അത് അച്ഛൻ വന്നേര് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഇന്നലെ നല്ലൊരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു. ആശീർവാദിൻ്റെ ഡെബ്യൂ നാഷണൽ സ്റ്റേജ് അല്ല, അവൻ്റെ ലൈഫിലെ ആദ്യത്തെ സ്റ്റേജ്. അവൻ ഇറങ്ങി, അവൻ സെക്കൻഡ് അടിച്ചു. അതും നാഷണൽ ലെവലിൽ അവൻ സെക്കൻഡ് അടിച്ചിട്ട് അവൻ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്ന ടൈമിൽ അവൻ്റെ അച്ഛൻ സർപ്രൈസായിട്ട് അവനെ കാണാൻ വന്നിട്ട് അവൻ ലൈക്ക് മോൻ മെഡൽ ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണ് നിറയുന്നൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഇതിൽ പറയാൻ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ അവൻ്റെ ഫിസിക്ക് അത്രയ്ക്ക് അടിപൊളിയായതുകൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അവൻ നാറ്റിയാണെന്ന്. അതുകൊണ്ട് അവനെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനാണ് കൊണ്ടുപോയത്. മൈ മിസ്റ്റേക്ക്. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു. ഇത്ര നേരം ബാംഗ്ലൂരിലെ ഫുഡിനെ കുറ്റം പറഞ്ഞ വ്ളോഗേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മളിപ്പോൾ കഴിച്ചത് ആന്ധ്ര ഫുഡാണ്. ആന്ധ്ര ബിരിയാണി, ആന്ധ്ര താലി, ഫ്രൈഡ് റൈസ്. ആന്ധ്ര ഫ്രൈഡ് റൈസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദിസ് ആൻ ആന്ധ്ര ഹോട്ടൽ. എവറിത്തിങ് ഈസ് സ്പൈസി ഹിയർ. ബാംഗ്ലൂർ ഫുഡ് നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാംഗ്ലൂർ ഈസ് നോൺ ഫോർ കഫീസ്, കോഫീസ്, എസ്തെറ്റിക് സ്വീറ്റ്സ് ആൻഡ് പേസ്ട്രീസ്. എനിക്കറിയത്തില്ല, ഐ ആം നോട്ട് എ സ്വീറ്റ് പേഴ്സൺ. പക്ഷേ ഐ ഡോണ്ട് ഹാവ് എ സ്വീറ്റ് ടൂത്ത്. നിങ്ങൾ കോഫി കുടിക്കണം. കോഫി ലവേഴ്സിന് പറ്റിയ സ്ഥലമാണ്. കോഫി ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് എനിക്കൊന്നും പറയാനായിട്ടില്ല. ഇവിടെ കോഫി ഇല്ല. സോ ദിസ് ഇസ് എൻ ആന്ധ്ര റെസ്റ്റോറൻറ്റ്. അപ്പം സ്പൈസി ആന്ധ്ര ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. നമ്മളങ്ങനെ മീല് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഡയമണ്ട് ഫിസിക്കിൻ്റെ ഓവറോൾ ആവാറായി. നമ്മൾ ഏറ്റവും ഇത്രയും വന്നിട്ട് കാത്തിരുന്ന ആ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആവാറായി. ഇപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകാൻ പോവാണ്. ക്വാളിറ്റി കുറവാണ് എനിക്ക് പറഞ്ഞത് കേട്ടോ. നേരത്തെ മധുരം കഴിക്കരുത്, ഷുഗർ കട്ട് ചെയ്യണം. എല്ലാവരും ഷുഗർ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. നിങ്ങൾ തടിക്കും, പിന്നെ നിങ്ങൾ ഒബിസിറ്റി വരും, അതെ ഷുഗർ വരും. അല്ലേ? വല്ലപ്പോഴും കഴിക്കാം, വല്ലപ്പോഴും കഴിക്കാമല്ലോ, വല്ലപ്പോഴും കഴിക്കാം. പോയി തുടങ്ങിയല്ല എന്നാലും. Would you rather date a short guy with a heavenly face or a tall guy with a mid face? Any time. Short guy with a heavenly face or tall guy with mid face? Tall guy with mid face. അതാണ് നീളം ഇല്ലെങ്കിൽ ആർക്കും വേണ്ട കേസ്. ഇതിനിടയിലൂടെ ഷിയാസൊക്കെ തപ്പി നടക്കുന്ന ഗാബി. ഇവിടെ രണ്ട് കപ്പിൾസ് കോമ്പറ്റീഷനെ കഴിഞ്ഞ് അവരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നു. അവരുടെ നല്ല മൊമെൻറ്റ്സ്. നമ്മൾ അവരുടെ പ്രൈവസി ഇൻവൈഡ് ചെയ്യേണ്ട. കോമ്പറ്റീഷൻ കഴിഞ്ഞ് ടയർഡായിട്ട് ഉറങ്ങുന്ന ആൾക്കാർ, അത്ലറ്റ്സിൻ്റെ കൂടെ വന്ന ആൾക്കാർ, ഒരുമാതിരി അട്ടയിട്ടാണെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങും. കേരളത്തിന് മെഡലെല്ലാം നേടിക്കൊടുത്തിട്ട് ആശാൻ ഉറങ്ങുവാണ്. ലൈറ്റിങ് ഇച്ചിരി കുറവാണ്. നമ്മുടെ ഇജാസ് ബ്രോ ഹായ് പറഞ്ഞേ. ഹായ് ഗാബിയുടെ. നിങ്ങളെന്താ കഴിച്ചത്? ഞാൻ ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി, പിന്നെ ഗാബി മട്ടൻ ബിരിയാണി, ഗുലാബ് ജാമുൻ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അടിപൊളി പിള്ളേരെ, അടിപൊളി കോമ്പറ്റീഷൻ, നല്ല 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 ക്ലൈൻറ്റ്സ്. ഷിയാസയ്ക്ക് കാരണം എല്ലാവരും ജയിച്ചിരിക്കുന്നു അല്ലേ?
ഒരാളെങ്കിലും ഉണ്ടോ മെഡലില്ലാണ്ട്? ആരുമില്ല, എല്ലാവരും മെഡൽ തൂക്കി. അതെ, തൂക്കി. നമ്പർ 1 കോച്ച് വിഷയം. അത്രേ ഉള്ളൂ. കേരളത്തിലെ ആദ്യത്തെ മെൻസ് ഫിറ്റ്നസ് മോഡൽ. സൗണ്ടൊക്കെ പോയി, അലറി. ഡ്രഗ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നു. പ്രോക്കർ കേരളത്തിലെ ആദ്യത്തെ മെൻസ് ഫിറ്റ്നസ് മോഡലിൻ്റെ ഹാമർ നമ്മുടെ സ്വന്തം ഡയമണ്ട് ഫിസിക് അടിച്ചിരിക്കുന്നു. ലൈക്ക് നമ്മുടെ ടീമിന് മാത്രമല്ല, എൻ്റെ കേരളത്തിൽ തന്നെ നമുക്കൊരു അഭിമാനം. ലൈക്ക് എക്സെപ്ഷണലി നമുക്ക് ഒരു വാക്കെന്ന് പറയാനില്ല ഇതിന്. ഷിയാസിക്കയുടെ കണ്ണ് കിടപ്പോൾ തന്നെ എനിക്കും കണ്ണ് നിറഞ്ഞു തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഡോക്ടർ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്. ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മളോട് ചാമ്പ്യൻസ് കൗണ്ടറിൽ കൂടാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇവന് വേണ്ടി മെൻസ് ഫിസിക്ക് കൊണ്ടില്ലേ, ഞങ്ങൾ അവനിൽ നിന്ന് മെൻസ് ഫിസിക്കിലും ഇതുപോലെ തന്നെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, അതിലൊടിച്ചാൽ ഡയമണ്ട് ഇപ്രാവശ്യം എല്ലാം കൂടി എത്ര ഗോളാണ് അടിച്ചേക്കുന്നത്? കയ്യിലൊന്നുമില്ല, കുറേ ഉണ്ട്. ചെറുക്കനങ്ങ് നിരത്തി മാരും എല്ലാം കൂടെ. അതിലെനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തി വെച്ചാൽ ഈ ഏജിൽ അവൻ ക്ലാസിക് ഫിസിക്കിൽ സീനിയേഴ്സിൽ ടോപ്പ് 5 ലൈനപ്പിൽ വന്നത്. സംതിങ് എൽസ്. ടീമിൽ കയറിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് നമ്മുടെ ടീമിൽ തന്നെ ആദ്യത്തെ ക്വാളിഫയറും ഹാമറും. പ്രൗഡ് മൂമെൻറ്റ്. ഇതും ഇനിയും കൂടുതൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല കേരളത്തിലോട്ടൊരു പ്രോ കാർഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ഹാമർ കൊണ്ടുവരാന്നുള്ളത്. ആശാൻ എന്ത് ചെയ്യും? ഇനി അടുത്തത് മെൻസ് ഫിസിക്ക്. गजानन, मुकेश, सुहन, शैलेश, अभिषेक, साई किरण, रोहित R. Everybody is there for turning. Everybody is there for turning. Teenage Class 2 is number 106, Srihari. Congratulations, Srihari. We'll get you to the top of the podium to collect your gold medal. ഇതിനു വേണ്ടി കാർ കൂവി എൻ്റെ സ്വരം പോയെന്ന് തോന്നുന്നു. Can you come in 3 places, please? Keep going. One more. Gentlemen, quarter turn to the right, facing the back.
Boys, quarter turn to the right. Judges, looking at each and everything, how hard you held the poses, the quarter turns, the symmetry, the condition, the presentation from top to bottom. Very, very close. There we go, ladies and gentlemen, boys and girls, this was close, very close. Presentation, condition, everything came into it. Half a point difference here.